വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 18-ന് വിധി പറയും. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ജാമ്യം നൽകരുതെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. നിർണായക ഫോൺ സംഭാഷണങ്ങളും ഡയറി കുറിപ്പുകളും കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ സമർപ്പിച്ചു. കോടതിയിലെ ഇന്നത്തെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങളുമായി ജോഷിലയുണ്ട്. ജോഷില, വിധി അറിയാൻ ശനിയാഴ്ച വരെ കാക്കണം അല്ലേ? വയനാട് DCC ട്രഷറായിരുന്ന NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള വിധി 18-ന് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് KK ഗോപിനാഥന്റെ അഭിഭാഷകന്റെ വാദമാണ് കോടതി കേട്ടത്. അതിനുശേഷമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രോസിക്യൂഷന്റെ വാദത്തിൽ പ്രധാനമായും പറഞ്ഞത് പ്രതികൾ ശക്തരാണ് എന്നുള്ളതും അതുപോലെ തന്നെ കേസ് തേച്ചു മായ്ച്ചു കളയാൻ മാത്രം പ്രബലരാണ് പ്രതികളെന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും എന്നുള്ള കാര്യമാണ് കൃത്യമായും പ്രോസിക്യൂഷൻ ഇന്ന് വാദിച്ചത്. അതുമായി ബന്ധപ്പെട്ട് NM വിജയന്റെ ആത്മഹത്യ കുറിപ്പിൽ അത് കൃത്യമായും പ്രതികളുടെ പേരുകളുണ്ട്. NM വിജയൻ എടുത്ത കടം എന്ന് പറയുന്നത്, NM വിജയൻ എടുത്ത ലോൺ എന്ന് പറയുന്നത് DCC നേതൃത്വത്തിന് വേണ്ടി എടുത്ത ലോണാണ്. ഈ കടമാണ് NM വിജയനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യവും കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചു. 1000 പേജുകളുള്ള കേസ് ഡയറി മുൻനിർത്തിയാണ് ഇന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നുള്ളതാണ്. കുറ്റാരോപിതരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രതികൾ ശക്തരാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് NM വിജയൻ പണം വാങ്ങിയത്. ബാങ്കിൽ ആളുകൾക്ക് ജോലി നൽകാൻ സാധ്യതയില്ലെന്ന് കണ്ടപ്പോൾ ആളുകൾ NM വിജയനെ അടക്കം ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നതോടുകൂടിയാണ് വിജയൻ പ്രതിസന്ധിയിലായത്. പോലീസിന് ഈ ഒരു മൊഴി ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ വിശദാംശങ്ങളും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്ത് ഇന്ന് വാദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ND അപ്പച്ചൻ്റെയും MLAയുടെയും ഫോണുകൾ പരിശോധിക്കണമെന്ന് പോലീസ് ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയാൽ അറസ്റ്റിലേക്ക് അത് നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ശരി ജോഷില.